പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും സമാഹരിക്കുന്നതിനും കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. സർക്കാർ ഏതായാലും പഞ്ചായത്ത് ആരായാലും ഭരിച്ചാലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അവരാ സംവിധാനത്തിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആരായാലും അത് മാറി നിൽക്കുന്നത് അനുചിതമാണ് എന്ന് ഇതുവരെ ഒരു യോഗത്തിൽ പറയാത്ത വിധം ഞാൻ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ 2016 ആണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നത്. അതിനുശേഷം ഒട്ടനവധി വിശദാംശങ്ങൾ പ്രസംഗിക്കുക എന്നുള്ളതല്ല ഇവിടെ സാറത് വിശദീകരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള അർപ്പിയാണ്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞ് സമയം ഞാൻ അധികം കളയുന്നില്ല. ഫസ്റ്റ് ചെയ്തത് എന്താണ്? ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായി 18 മാസം കുടിശ്ശികയായി കിടന്ന് പാവപ്പെട്ടവന്റെ ആ കുടിശ്ശിക തീർത്തു കൊടുത്തുകൊണ്ടാണ്. പിന്നെയോ ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഒരുപടി ഉണ്ടായി. കൊടുങ്കാറ്റ് വന്നു, 2 പ്രളയങ്ങൾ വന്നു, മഹാമാരി. കെ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. റിസോഴ്സ് പേഴ്സൺ എസ് രാജേഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി ശാന്തി, അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്തിന്റെയും കീഴാറ്റൂർ പഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങൾ വിവരിക്കുന്ന വീഡിയോകളും വികസന സദസ്സിൽ പ്രദർശിപ്പിച്ചു. ഭാവി വികസനം എന്തായിരിക്കണമെന്നത് സംബന്ധിച്ച പൊതുജനങ്ങൾ പങ്കെടുത്ത ക്രിയാത്മകമായ ചർച്ചയും സദസ്സിന്റെ ഭാഗമായി നടന്നു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.